കാതോട് കാതോരം തേച്ചോരുമാന്ത്രം ഈണത്തിലെ നീ ചൊല്ലി വിഷുപക്ഷി പോലെ കാതോട് കാതോരം തേച്ചോരുമാന്ത്രം ഈണത്തിലെ നീ ചൊല്ലി വിഷുപക്ഷി പോലെ. നമസ്കാരം. ഗാനാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഒരു പുതിയ അതിഥിയാണുള്ളത്. വെൽക്കം ശ്രീകുമാർ. താങ്ക് യു. ശ്രീകുമാറിന്റെ പേരിന്റെ സ്പെല്ലിങ്ങിന് എന്തോ പ്രശ്നമുണ്ടെന്ന് ശ്രീകുമാർ ആദ്യമേ പറഞ്ഞു. എന്താ ശ്രീകുമാർ? അതൊരു പ്രശ്നമല്ല, ഒരു സവിശേഷത എന്ന് പറയും. ഒരു എച്ച് കൂടുതലാണ്, കൂട്ടുകാരൊക്കെ ഒരു എല്ല് കൂടുതലാണ്. അതെ അതെ, എല്ലാരും പറയുന്നത് ഒരു എല്ല് കൂടുതലാന്ന്. എച്ചാണ് ശരിക്കും കൂടുതൽ. അതെന്താ, അതെവിടെയായി എച്ച് കൂടി വരുന്നത്? അല്ല, ശ്രീ എന്നുള്ളതിന് ഒരു എച്ച് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ശ്രീ അല്ലേ ആവുള്ളൂ. SHREE. അതെ, അത് ഇതുവരെയും കേട്ടിട്ടില്ല. ശ്രീകുമാർ എന്ന് പറയുമ്പോ SRE ആണ്. അപ്പൊ ഒരു സ്പെഷ്യലാണ്. അതെ, സ്പെഷ്യലാണ്. അപ്പോൾ ശ്രീകുമാറിന്റെ ഒരു പാട്ടോടുകൂടെ നമുക്ക് തുടങ്ങാം. ആയിക്കോട്ടെ. മലയാളം ആണല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എൻ്റെയൊക്കെ ഒരു ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറഞ്ഞാൽ യേശുദാസിൻ്റെയാണ് നമ്മൾ ആദ്യം ഓർമ്മ വരുന്നത്. ഓക്കെ. അപ്പോൾ എപ്പോഴും ഞാനൊരു പല സ്റ്റേജുകളിലും അങ്ങനെ പാട്ടുകാരനൊന്നും ആയിട്ടല്ല, എന്നാലും പല സ്റ്റേജിലും പാടാറുള്ള ഒരു പാട്ടാണ് സലിൽ ചൗധരിയുടെ ഏറ്റവും അവസാനത്തെ കമ്പോസിഷൻ യേശുദാസ് പാടിയത് തുമ്പോളി കടപ്പുറം എന്നുള്ളൊരു സിനിമയിലെ. അതിൻ്റെ രണ്ടുപേര് പാടാം. കാതിൽ തേൻ മഴയായി പാടും കാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടും കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരകുളിർ താരാരോ, മധുരമായി പാടും മണിശങ്കുകളായി, കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. ഇത്രയുള്ളൂ? അപ്പോൾ ശ്രീകുമാർ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഒരു ദുബായിലായിട്ട് ഒരു 20 കൊല്ലമെങ്കിലായെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് കുവൈറ്റിലാണ് ഓഫീസ്. ഫാമിലിയൊക്കെ ഇവിടെ തന്നെയാണ്, ഷാർജയിലാണ് താമസിക്കുന്നത്. ഒരു വൈഫും ഒരു മോനും. അതെന്താ എടുത്ത് പറഞ്ഞു? അല്ല, എടുത്തൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അല്ല, അവര് ദുബായിലല്ലേ? ഇവിടെ ഷാർജയിലാണ്. കുവൈറ്റില് ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും പറഞ്ഞതല്ലേ? ഇപ്പൊ പോയിന്റ് പിടിയിട്ടില്ല. ഇവിടെ ഷാർജയിലായിട്ട് തന്നെ ഇപ്പൊ ഒരു 20-25 കൊല്ലത്തോളമായി മൊത്തം യുഎയിലായിട്ട്. പക്ഷെ ഇപ്പോൾ ഒരു കഴിഞ്ഞ 5 കൊല്ലമായിട്ട് കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ മോനോ വൈഫാരെങ്കിലും പാടുന്നുണ്ടോ? അവരും പാടും, എല്ലാവരും പാടും. ഞങ്ങളുടെ ഫാമിലിയൊക്കെ ചെറുതായിട്ടൊക്കെ പാടുന്ന കൂട്ടത്തിലാണ്. ശരി. അപ്പോൾ ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ വൈഫിനെ കൂടെ. ഡെഫിനറ്റ്ലി, യെസ്. അപ്പോൾ നമുക്ക് വൈഫിന് ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാണ്? വൈഫിന് ഇഷ്ടമുള്ളത് ശരിക്കും ഈ യേശുദാസിൻ്റെ തന്നെ ഹിന്ദി പാട്ടുകളാണ് അവർക്ക് കൂടുതലും ഇഷ്ടം. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരുന്നു പറയുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു യേശുദാസിൻ്റെ ഒരു ഹിന്ദി പാട്ട് എന്തായാലും പാടണമെന്ന്. അപ്പം നമുക്ക് വൈഫിന് വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് പാടണം. ഡെഫിനറ്റ്ലി. മാനാ ഹോ തും ബേഹദ് ഹസീ ऐसे बुरे हम भी नहीं, माना हो तुम बेहद हसी ऐसे बुरे हम भी नहीं, देखो कभी तो प्यारी, डरते हो क्यों इकरार से, माना हो तुम बेहद हसी ऐसे बुरे
ഹം ഭീ നഹീ. ഭാര്യയ്ക്ക് വേണ്ടി പാടിയതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി ഉള്ളിന്ന് വന്നത്. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിന്ന് വരാറ്. അതെ അതെ, ശരിക്കും ഇൻവോൾവ് ചെയ്ത് പാടിയ പോലെ അല്ലേ? ഇഷ്ടമുള്ള പാട്ടാണ് ഭാര്യയ്ക്ക്. അതെ അതെ അതെ. ഇത് യേശുദാസിന്റെ ഇതുപോലെ संकेत मिलन का भूल न जा मेरा प्यार बिसराना जब दीप जले आना जब शाम ढले आना. ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ട പാട്ടുകൾ. ഭാര്യയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നോണ്ടായിരിക്കും ഇത്രയും ഭംഗിയായിട്ട് പാടാൻ പറ്റുന്നതെന്ന് തോന്നുന്നല്ലേ? ആയിരിക്കും. മോനും ചെറുതായിട്ടൊക്കെ പാടുമായിരുന്നു. ഇപ്പം പിന്നെ ഈ പഠിക്കാനുള്ള തിരക്കിൽ അവൻ പാട്ടൊക്കെ മാറി. അവരുടെ ഒരു ജനറേഷൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ വേറെയാണല്ലോ. പാട്ടുകൾ കേൾക്കുകയാണെങ്കിൽ തന്നെ ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ കൂടുതൽ കേൾക്കുന്നത്. എനിക്കാണെങ്കിൽ അത് മനസ്സിലാവില്ല. അതെ അതെ, അവരുടെ ജനറേഷൻ വേറെയാണ് സ്റ്റൈൽ. അതെ അതെ. ചേട്ടൻ പാട്ട് പഠിക്കുന്നുണ്ടോ മോൻ? ഇല്ല, പാട്ട് പഠിച്ചിട്ടില്ല. ഞാനും പാട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ആ ഇഷ്ടം കൊണ്ട് പാടുന്നു. എല്ലാരും അങ്ങനെയാണല്ലോ. ഇവിടെ ആവുമ്പോഴേക്കും നമുക്ക് അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് പാടാനുള്ള അപ്പോ പിന്നെ എന്താണ് അംബിഷൻ? എന്താണ് ഇനിയിപ്പോ എന്തോന്ന് അംബിഷൻ? ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോവാ. മിസൈലൊന്നും വരാതെ അങ്ങനെ ഇരിക്കാ പോവാ. നമ്മുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു കണ്ടീഷൻ ഒരു അൺസർട്ടനിറ്റി ആണ്. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യും നമ്മുടെ. പക്ഷെ അതിനിടയിലും നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് സന്തോഷ നിമിഷങ്ങൾ, വിശ്രമവേളകളെ ഉല്ലാസഭരിതമാക്കാനായിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വേണം. ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു പേടിയിലായി പോവില്ലേ? അതെ അതെ അതെ. നമുക്ക് പക്ഷെ എല്ലാത്തിനും ഒരു മെഡിസിൻ എന്ന് പറയുന്നത് സംഗീതമാണ്. മ്യൂസിക് തെറാപ്പി തന്നെ ഉണ്ടല്ലോ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ സംഗീതത്തോട് കൂടുതൽ ഇഷ്ടം വരാൻ എന്തെങ്കിലും? എൻ്റെ വീട്ടില് അമ്മയുടെ ചെറുപ്പകാലത്ത് ആ സമയത്തൊക്കെ നാട്ടിൽ കഥാപ്രസംഗത്തിനൊക്കെ ഹാർമോണിയം വായിച്ചു പാടുമായിരുന്നു. അപ്പോൾ ആ ഒരു ചെറുതായിട്ടുള്ള കിട്ടിയതായിരിക്കാം ചിലപ്പോൾ. പിന്നെ സിസ്റ്റേഴ്സൊക്കെ ചെറുതായിട്ട് പാടും. നാട്ടിൽ എവിടെയാ? നാട്ടിൽ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ. ഓക്കെ. അപ്പോൾ എറണാകുളത്തും ഈ മ്യൂസിക് പരമായിട്ടൊക്കെ അതെ. ഇപ്പോൾ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ ഭക്തിഗാനമേള അങ്ങനെയുള്ള ഗാനമേളകളൊക്കെ ഇല്ലേ, അതിനൊക്കെ പാടാൻ പോകുമായിരുന്നു. അതെ അതെ. അപ്പോൾ ഒരു ഭക്തിഗാനമേളയ്ക്ക് പാടിയ ഒരു പാട്ട്? ഭക്തിഗാനങ്ങൾക്ക് ആദ്യം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നൊരു പാട്ട് ഞാൻ പാടാറുള്ളത് പമ്പ ഗണപതി സ്തംഭാചരപതി തുമ്പിയുയർത്തുമ്പോ സ്വാമി ഗണത്തിനു ശൈലപദത്തിൽ സ്വാഗതമോതുന്നു മോദമോദകമേകുന്നു പമ്പാ ഗണപതി സ്തംഭാചലപതി തുമ്പിയുണർത്തുന്നു സ്വാമി ഗണത്തിനു ശൈലപദത്തിൽ സ്വാഗതമോതുന്നു മോദമോദകമേകുന്നു ഇണയുടെ ഹാരകരാകുന്നു പമ്പാ ഗണപതി സ്തംഭാചലപതി തുമ്പിയുണർത്തുന്നു. ഭക്തിഗാനം പാടിയപ്പോഴത്തേക്ക് ശരിക്കും ആ ഒരു ഭക്തി സാന്ദ്രമായെന്ന് പറയില്ലേ? നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ ശ്രീമാർ. ഭക്തിഗാനങ്ങൾ ഇഷ്ടമാണോ? ഇഷ്ടമാണ്, പിന്നെ ഇഷ്ടമാണ്. ഹിന്ദു ഭക്തിഗാനങ്ങൾ, ഹിന്ദു ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളോട് ഇപ്പോൾ ഈസ്റ്ററിന്റെ സമയത്ത് ഒരു ഗ്രൂപ്പിന് വേണ്ടി പാടിയതാണ്. വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ കുരിശിൽ പീഡയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ വാതിൽ തുറക്കൂ നീ കാലമേ. ഇതാണ് വരുന്നെങ്കിൽ അല്ലാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും യതീമുകൾ
അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും യതീമുകൾ. അപ്പോൾ അത് നമ്മുടെ വിഷുക്കാലമായല്ലോ. അതെ. അപ്പോൾ ഒരു വിഷുപാട്ടായല്ലോ. അതെ. മൈനാക പൊന്മുടിയിൽ പൊന്നുരുകി തൂവിപ്പോ, മൈനാക പൊന്മുടിയിൽ പൊന്നുരുകി തൂവിപ്പോ, വിഷുക്കൺ പൊന്ന പോലും താലി പൂവണിഞ്ഞു, പൂവെല്ലാം പൊന്മുത്തായി, പൂവെല്ലാം പൊൻപണമായി, മൈനാക പൊന്മുടിയിൽ പൊന്നുരുകി തൂവിപ്പോ. അപ്പോൾ എല്ലാം ഈസ്റ്ററായി, വിഷുവായി, എല്ലാം അല്ലേ? വിഷു കൈനീട്ടം ഒക്കെ കിട്ടാറുണ്ട് എപ്പോഴും? വിഷു കൈനീട്ടി കിട്ടാറുണ്ട് ചില സമയത്ത്. കൂടുതലും കൊടുക്കാറാണ് പതിവ്. വെറും എന്നേലും പ്രായം കുറവാണല്ലോ എല്ലാവരും. അപ്പം മുതിർന്നവരാണല്ലോ കൊടുക്കേണ്ടതല്ലേ? അതെ അതെ അതെ. എന്താണ് ഇനി അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻ ഇങ്ങനെ ഇതുപോലെ തന്നെ എപ്പോഴും സന്തോഷമായിട്ട് പാട്ടൊക്കെ പാടി ഉള്ള സമയം ഓരോ മൊമെന്റും എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക. മ്യൂസിക്കിന് പിന്നെ ഒരു പ്രത്യേക സമയം കണ്ടെത്താറുണ്ടോ? എനിക്ക് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതിനൊക്കെ ഭയങ്കര താല്പര്യമാണ്. പഠിക്കാനുള്ള സമയം കിട്ടില്ല എന്നുള്ളൊരു എക്സ്ക്യൂസാണ്. എന്നാലും അതിനായിട്ട് അങ്ങനെ ജോലിയുടെ അതൊക്കെ ആയിട്ട് അല്ല. അപ്പോൾ കുറച്ച് വയലിൻ പഠിക്കാനൊക്കെ പോയി, അത് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ട വന്നു കോവിഡ് വന്നപ്പോഴത്തേക്കും. പിന്നെ കുറച്ച് ഈ തബലയൊക്കെ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് തബല വായിക്കും, മൃദംഗം വായിക്കും, അങ്ങനെയുള്ള ചില ലീലാവിലാസങ്ങളൊക്കെ എല്ലാത്തിലും ഒന്ന് കൈവച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെ അതെ അതെ. ഇനി സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പൊ ഇനി അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതെ അതെ. അപ്പോൾ മലയാളവും ഹിന്ദിയും പാടിയല്ലോ, തമിഴൊന്നും പാടിയില്ലല്ലോ? തമിഴ് പാടാലോ. പൂവേ സെമ്പൂവേ ഉൻ വാസം വരും, പൂവേ സെമ്പൂവേ ഉൻ വാസം വരും, വാസം എൻ വാസം ഉൻ പൂങ്കാവനം, വായ്പേസിലും പുല്ലാകുഴൽ നീതാരോ പൂവിൻ മടലൽ, പൂവേ സെമ്പൂവേ ഉൻ വാസം വരും, വാസൽ ഉൻ വാസം നിൻ പൂങ്കാവനം. ലിറിക്സ് ഒന്നും കറക്റ്റ് ഒന്നും അല്ലാന്ന് തോന്നുന്നു. തമിഴല്ലേ? ആർക്കും മനസ്സിലാവില്ല. അതെ അതെ. അത് ഇതിൻ്റെ കൂടെ അങ്ങ് പൊക്കോളൂ. അതൊന്നും നമുക്ക് പ്രശ്നമേ അല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ തന്നെ വളരെയധികം നന്ദി. ഇനിയും വരണം. ഇനിയും വരും. അതെ തീർച്ചയായിട്ടും. നമ്മൾ ഇവിടെ ഒന്നും നിർത്തുന്നില്ല, നമ്മളിത് കണ്ടിന്യൂ തുടരും. അപ്പൊ ഇനി പ്രോഗ്രാമിന്റെ അവസാനം ബ്രാക്കറ്റിൽ തുടരും എഴുതും. അത് ഞങ്ങൾ കുറെ ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പൊ ഇനിയും വരിക തീർച്ചയായിട്ടും. വന്നതിൽ ഒരുപാട് സന്തോഷം. ശ്രീകുമാർ, നന്ദി. താങ്ക് യു.